ഗാന്ധാരിയുടെ ശാപം നിമിത്തം വൃഷ്ണികുലമാകെ തമ്മിത്തല്ലി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കുലത്തിന്റെ ദീപമാകുന്ന ശ്രീകൃഷ്ണൻ തന്റെ അവതാരം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് തിരികെ ഗമിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ തങ്ങൾക്ക് ഈ ധരണിയിൽ ഉള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പാണ്ഡവരും പാഞ്ചാലിയും സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യഭാരം പരീക്ഷിത് കുമാരനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് പുറപ്പെടുകയും വഴിമധ്യേ പാഞ്ചാലി മുതൽ ഭീമസേനൻ വരെയുള്ള ഓരോരുത്തരായി മരിച്ച് വീഴുകയും ചെയ്തു. എന്നാൽ വഴിയിലൊരിടത്തും മരണപ്പെടാതെ സ്വർഗാരോഹണം ചെയ്യാൻ വിധിച്ചത് അത് യുധിഷ്ഠിരന് മാത്രമായിരുന്നു. അങ്ങനെ തൻ്റെ ധർമ്മത്തിൻ്റെ ഫലമായി ജീവിച്ചതിനാൽ തന്നെ സ്വർഗത്തിലേക്ക് യുധിഷ്ഠിരനെ ആനയിക്കുവാനായി സാക്ഷാൽ ദേവേന്ദ്രനും പിതാവാകുന്ന ധർമ്മദേവനും സ്വർഗത്തിൽ നിന്ന് ആഗതരായി ധർമ്മപുത്രരെ സ്വാഗതം ചെയ്തു. അങ്ങനെ യാത്രാമധ്യേ യുധിഷ്ഠിരന് നാരദ ദർശനം കൂടി സ്വായത്തമായി. അപ്പോഴേക്കും തൻ്റെ ഒരാഗ്രഹം യുധിഷ്ഠിരൻ ഇന്ദ്രാദികളോട് പറഞ്ഞു. ആ ആഗ്രഹം ഇപ്രകാരമാകുന്നു: പാർശ്വനും പാർഷദാത്മജരും ക്ഷത്രധർമ്മം സ്വീകരിച്ച് ശസ്ത്രജ്ഞരായ മന്നവന്മാരും അവരെയേവരെയും കാണുവാൻ താൻ ആഗ്രഹിക്കുന്നു. ആ രാജാക്കന്മാർ എവിടെയാകുന്നു? അവരെയൊന്നും കാണുന്നില്ലല്ലോ. വിരാട ദ്രുപദന്മാരെ, ദൃഷ്ടകേതു പ്രമുഖന്മാരെ, പാഞ്ചാലിയായ ശിഖണ്ഡിയെ, ദ്രൗപദീപുത്രന്മാരെ, ദൂർഷതനായ സൗഭദ്രനെ, ഇവരെയൊക്കെ കാണുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ കാണുവാൻ യുധിഷ്ഠിരന്റെ ആവശ്യം ശ്രവിച്ച ദേവന്മാർ ചെറു പുഞ്ചിരി തൂകി. ശേഷം ഏവരും സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന ധർമ്മപുത്രർ ആ സ്വർഗത്തിന്റെ കാന്തിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ശേഷം ഇപ്രകാരം ആരാഞ്ഞു: അല്ലയോ ദേവന്മാരെ, നാം ഇവിടെ അതിതേജസ്വിയായ കർണനെ കാണുന്നില്ലല്ലോ. ഉത്തമൗജസ് എന്നീ ഭ്രാതാക്കളെയും നാം കാണുന്നില്ല. നമുക്ക് വേണ്ടി യുദ്ധത്തിൽ ശരീരത്തെ ഹോമിച്ച രതീന്ദ്രന്മാരെയും എനിക്ക് വേണ്ടി യുദ്ധത്തിൽ മരിച്ച രാജാക്കന്മാരെയും അവരുടെ മക്കളെയും കാണുന്നില്ലല്ലോ. ശാർദൂല വിക്രമരായ ആ രതീന്ദ്രന്മാരെയും പുരുഷോത്തമന്മാരെയും ഈ ലോകം നേടിയില്ലെന്നോ? ആ മഹാരഥന്മാരെല്ലാം ഈ ലോകം നേടി വാഴുകയില്ലെങ്കിൽ ആ ആത്മാക്കളോട് ചേർന്ന് ദേവന്മാരെ ഞാൻ വസിച്ചോളാം. ആ വീരന്മാർ അക്ഷയശുഭമായ ഈ ലോകം നേടിയില്ലെങ്കിൽ ആ ഭാരതശ്രേഷ്ഠന്മാരും ജ്ഞാനികളുമായ വീരന്മാർ ഇല്ലാതെ നാം ഇവിടെ വാഴുകയില്ല എന്ന് വിചാരിക്കുന്നു. കൂടാതെ ഉദരക്രിയാവേള നാം അറിഞ്ഞ കർണസത്യം അത് നമ്മെ തപിക്കുന്നു. അമൃത്യന്മാരെ, ആ വീരന്റെ കാലടികൾ മാതാവിൻ്റെ കാലടികൾ പോലെ ആയിരുന്നു. അത് കണ്ടിട്ടും ഞാൻ ശത്രുസംഹാരിയായ കർണനുമായി ചേരുവാൻ വിചാരിച്ചില്ല. കർണനോട് കൂടിയിരുന്നുവെങ്കിൽ ഞങ്ങളെ വെല്ലുവാൻ ഇന്ദ്രന് പോലും കഴിയുകയില്ലായിരുന്നു. ആ ദിവ്യാത്മൻ എവിടെയാകുന്നു? ആ സൂര്യപുത്രൻ എവിടെയാകുന്നു? എവിടെ നമ്മുടെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ഭീമവിക്രമനായ ഭീമനും ഇന്ദ്രനാഭനായ അർജുനനും യമാഭരന്മാരായ നകുല സഹദേവന്മാരും? എവിടെ നമ്മുടെ ധർമ്മിഷ്ഠയായ കൃഷ്ണ? ഇവരെയെല്ലാം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരില്ലാത്ത ഈ സ്വർഗത്തിൽ വാഴുവാൻ നമുക്ക് കഴിയില്ല. അവർ എവിടെയുണ്ടോ അതാണ് നമ്മുടെയും സ്വർഗം. അവരില്ലാത്ത ഇടം നമുക്ക് സ്വർഗമല്ല, നരകതുല്യമാകുന്നു. അവർ വാഴുന്ന ഇടം അത് നരകമാണേലും നമുക്ക് സ്വർഗമാകുന്നു. യുധിഷ്ഠിരന്റെ ആ ദൃഢമായ വാക്കുകൾ ശ്രവിച്ച ഇന്ദ്രാദികൾ ഇപ്രകാരം അരുളി: അങ്ങയുടെ വാക്കുകൾ മാനിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയരുടെ ദർശനം നമ്മൾ സ്വായത്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ വന്നാലും അവരെ നാം അങ്ങയ്ക്ക് കാണിച്ചു തരുന്നതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവദൂതന്മാർ ചേർന്ന് യുധിഷ്ഠിരനെ ആനയിച്ചു. അങ്ങനെ ദേവദൂതന്മാരാകുന്ന ഗന്ധർവന്മാർക്ക് പിന്നാലെ യുധിഷ്ഠിരൻ നടന്നു നീങ്ങി. പാപികളായ ആത്മാക്കൾ നിറഞ്ഞ അശുഭവും ദുർഘടവുമായ വഴികളിലൂടെ നടന്നു. ഘോരമായ കൂരിരുട്ട് മൂടിയതും മുടിയാടുന്ന ഭീകരത നിറഞ്ഞതും മാംസവും രക്തവും കൂടിച്ചേർന്ന ചേലിക്കെട്ടതും പാപികളുടെ ദുർഗന്ധം പരത്തുന്നതും കടുന്നലുകൾ പറക്കുന്നതും
പുഴുക്കളും ഈച്ചയും കൂടിയതും അങ്ങുമിങ്ങും ചിന്നിച്ചിതറിയ മൃതശരീര നിരയുള്ളതും എല്ലുകളും മുടികളും ചിന്നിയതും കൃമികീടങ്ങൾ തത്തുന്നതും ചുറ്റും പടർന്നാളി കത്തിയെരിയുന്നതും സൂചിമുഖികളായ ഇരു കൊമ്പുകളോട് കൂടിയ കൊറ്റികളും കഴുക്കളും പറക്കുന്നതും വിന്ധ്യം പോലെ ശവങ്ങൾ ചിന്നിപ്പരന്നതും രക്തവും മേധസ്സും ഒഴുകുന്നതും കൈയറ്റതും തുടയറ്റതും കൈത്തണ്ടറ്റതും വയറു മുറിഞ്ഞതും കുടല് ചാടിയതും കാല് മുറിഞ്ഞതും അങ്ങുമിങ്ങുമായി കിടന്ന് പിടയുന്നതുമായ ദേഹമുള്ള ചിലർ, ശവശരീരങ്ങളും അവയുടെ ദുഷിച്ചു നാറുന്നതുമായ അഭീകര മാർഗം. അത് അശുഭവും രോമഹർഷവുമായി കാണപ്പെട്ടു. പലതും ചിന്തിച്ച് ധർമ്മപുത്ര രാജാവ് ആ വഴിയിലൂടെ നടന്നു നീങ്ങി. ചുട്ടുതിളയ്ക്കുന്ന ജലം ഒഴുകി വരുന്ന ദുർഗന്ധമായ പുഴ കണ്ടു. കൂർത്ത കത്തികൾ നിറഞ്ഞ, വാളുകളാകുന്ന ഇലകൾ നിറഞ്ഞ വൃക്ഷങ്ങൾ തിങ്ങിയ കാട് അദ്ദേഹം ദർശിച്ചു. കൂടാതെ ഇരുമ്പ് പോലെയും പാറ പോലെയുമുള്ള ഇടങ്ങളും കണ്ടു. വെണ്മയുള്ള പരപ്പുള്ളതും ചുട്ടുപൊള്ളുന്ന മട്ടിലുള്ള പ്രദേശവും ലോഹങ്ങൾ തിളയ്ക്കുന്ന കുംഭങ്ങളും കുന്തിപുത്രനായ യുധിഷ്ഠിരൻ ദർശിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ നടന്നു നീങ്ങുന്ന വഴികളിൽ എല്ലാം നരകത്തിന്റെ ഭീകരതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പുണ്യമാരുതൻ വീശുന്നു. ആ കാറ്റേറ്റുകൊണ്ട് നരകിക്കുന്ന ആത്മാക്കൾക്ക് മോക്ഷം പ്രാപ്തമായതുപോലെ പ്രതീതമാകിയാൽ തന്നെ ആ ജീവനുകൾ ഇപ്രകാരം യുധിഷ്ഠിരനോട് കേണു: താതാ, ഭവാന്റെ മെയ്യിൽ തട്ടിവരുന്ന ഈ കാറ്റ് ഞങ്ങൾക്ക് സുഖം നൽകുന്നു. വളരെ നാളുകൾക്കുള്ളിൽ ഇന്നാണ് ഞങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ യോഗ്യമായിരിക്കുന്നത്. അങ്ങയെ കാണുകയാൽ തന്നെ ഞങ്ങൾക്ക് സുഖം ലഭിക്കുന്നു. ഭവാൻ പോകല്ലേ, അല്പസമയം നിൽക്കണേ. കൗരഭ്യ, ഭവാൻ നിൽക്കുകയെങ്കിൽ തീവ്രമായ വേദന ഞങ്ങൾക്ക് ഏൽക്കുകയില്ല. ഇപ്രകാരം വേദന കൊണ്ട് ദുഃഖിക്കുന്നവരും ദീനമായി അപേക്ഷിക്കുന്നവരുമാകുന്ന ജനങ്ങൾ എല്ലാ ദിക്കിലും വിളിച്ചു പറയുന്നത് ആ ധർമ്മരാജാവ് കേട്ടു. ആ ദുഃഖിതരായ ജനങ്ങൾ ദയനീയമായി വിലപിച്ചു. അങ്ങനെ പറയുന്ന വാക്കുകൾ കേട്ട് കനിവോടെ യുധിഷ്ഠിരൻ ശ്രവിച്ചു. ഉള്ളുലഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ദയനീയമായി അദ്ദേഹം നടന്നു നീങ്ങി. എന്നാൽ കുറച്ച് പിന്നിട്ടപ്പോഴേക്കും തനിക്ക് മുൻപെങ്ങോ പരിചയമുള്ള ശബ്ദങ്ങൾ ശ്രവിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. വാടിത്തളർന്ന അവർ പറയുന്നതെന്താണെന്ന് രാജാവിന് വ്യക്തമായില്ല. അവർ പറയുന്നതെന്തെന്ന് മനസ്സിലാവാതെ യുധിഷ്ഠിരൻ ചോദിച്ചു: നിങ്ങൾ ആരാകുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? യുധിഷ്ഠിരൻ ചോദിക്കുന്നത് കേട്ട് അവരെല്ലാവരും ഒന്നിച്ചു പറഞ്ഞു: ഞാൻ കർണനാണ്, ഞാൻ ഭീമസേനനാണ്, ഞാൻ അർജുനനാണ്, ഞാൻ നകുലനാണ്, ഞാൻ സഹദേവനാണ്, ഞാൻ ദൃഷ്ടദ്യുമ്നനാണ്, ഞാൻ ദ്രൗപദിയാണ്, ഞങ്ങൾ ദ്രൗപദേയന്മാരാകുന്നു എന്നുള്ള മറുപടികൾ. അത് ശ്രവിച്ച മാത്രയിൽ യുധിഷ്ഠിരൻ ഒരു മിന്നൽ പ്രഹരമേറ്റ മട്ടിൽ സ്തംഭിച്ചുപോയി. ജ്യേഷ്ഠ സഹോദരൻ കർണനും നമ്മുടെ പ്രിയ അനുജന്മാരും ദ്രൗപദിയും ദ്രാപദേയന്മാരും എന്തു പാപമാണ് ചെയ്തത്? അവർ ഈ പാപമായ ദുർഗന്ധമായ ക്രൂരമായ പ്രദേശത്ത് നിൽക്കുന്നു. ഈ പുണ്യകർമാക്കൾ ആരും ദുഷ്കർമ്മം ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. എന്ത് സുഹൃതം ചെയ്തിട്ടാണ് ധാർതരാഷ്ട്രന്മാരായ സുയോധനനും മഹാപാപികളായ ആ തുണക്കാരും സ്ത്രീയോടുകൂടി ഇന്ദ്രനെ പോലെ ലക്ഷ്മിയോടുകൂടി പൂജ്യനായി വർത്തിക്കുന്നത്? സർവധർമ്മജ്ഞരും ശൂരന്മാരും സത്യാപകന്മാരും സത്യധർമ്മന്മാരും സത്തുകളും യജ്ഞാക്കളും ബഹുദക്ഷിണരും നരകത്തിൽ. ഇതെന്തൊരു അധർമ്മമാകുന്നു! എന്നാൽ യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ ശ്രവിച്ച ദേവന്മാർ അദ്ദേഹത്തിന്റെ പക്കൽ എത്തുകയും ഈ പുണ്യാത്മകൾ ചെയ്ത ചെറിയ പാപങ്ങളുടെ ഫലമായി അവർ ഈ നരകവാസം അനുഭവിക്കുന്നതെന്നും വിശദമാക്കി. എന്നാൽ വീണ്ടും യുധിഷ്ഠിരൻ ആരാഞ്ഞു: ദുര്യോധനനുൾപ്പെടെയുള്ള എല്ലാ ദുഷ്ടാത്മകളും സ്വർഗത്തിൽ വസിക്കുക അത് എപ്രകാരമാകുന്നു? അതിനുള്ള മറുപടി ദേവന്മാർ പറഞ്ഞു: കുരുക്ഷേത്രമെന്ന മഹായാഗത്തിൽ
സെമന്തപഞ്ചക ഭൂമിയിൽ വച്ച് ജീവൻ വെടിഞ്ഞ ആത്മാക്കളാകുന്നു അവർ. അതിനാൽ തന്നെ അവർ ചെയ്ത സകല പാപങ്ങളും അവിടെ വെച്ച് തന്നെ ഇല്ലാതായിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ആ സത്യത്തോട് പൊരുത്തപ്പെടുകയും കൂടാതെ കർണൻ ഉൾപ്പെടെയുള്ള പുണ്യാത്മാക്കൾക്ക് ദേവന്മാർ മോക്ഷം നൽകുകയും ചെയ്തു.